ഇന്ത്യയിലെ നിരത്തുകളിൽ ഹരിത വിപ്ലവത്തിന്റെ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളും ഉയർന്ന അളവിൽ എഥനോൾ അടങ്ങിയ ഇന്ധനങ്ങളും സജീവ ചർച്ചയായി മാറുകയാണ്. അടുത്തിടെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇന്ത്യയിൽ 100% എഥനോൾ അടങ്ങിയ E100 ഇന്ധനത്തിനായുള്ള ഔദ്യോഗിക ചട്ടങ്ങൾക്ക് അനുമതി നൽകിയതോടെ ഈ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. മാരുതി സുസുക്കി, ടയോട്ട, ഹീറോ മോട്ടോർകോപ്പ് തുടങ്ങിയ മുൻനിര വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ ഫ്ലെക്സ് ഫ്യൂവൽ മോഡലുകളുമായി വിപണിയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്ന ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ വാഹന ഉപഭോക്താക്കൾക്കിടയിൽ നിരവധി സംശയങ്ങളാണ് ഉയർന്നു വരുന്നത്. നിലവിലുള്ള വാഹനങ്ങളിൽ പുതിയ ഇന്ധനം ഉപയോഗിക്കാൻ സാധിക്കുമോ? പുതിയൊരു ഫ്ലെക്സ് ഫ്യൂവൽ കാറിനായി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ടോ? എഥനോൾ ഇന്ധനങ്ങളുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള സമഗ്രമായ മറുപടി നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ എഥനോൾ മിശ്രിത ഇന്ധനങ്ങൾ അഥവാ E100 എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പകരമായി കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും കരിമ്പ്, ചോളം, കേടുവന്ന ധാന്യങ്ങൾ എന്നിവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജൈവ ഇന്ധനമാണ് എഥനോൾ. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൽ 20% എഥനോൾ കലർത്തിയ E20 ഇന്ധനമാണ് ഭൂരിഭാഗം പമ്പുകളിലും ലഭ്യമാകുന്നത്. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഏകദേശം 93 മുതൽ 95% വരെ ശുദ്ധമായ എഥനോളും ബാക്കി ഭാഗം കോൾഡ് സ്റ്റാർട്ടിങ്ങിനായുള്ള അഡിറ്റീവുകളും ചേർന്നതാണ് E100 ഇന്ധനം. അതുപോലെ തന്നെ 85% എഥനോളും 15% പെട്രോളും ചേർന്ന മിശ്രിതമാണ് E85. ഈ ഉയർന്ന അളവിലുള്ള എഥനോൾ ഇന്ധനങ്ങൾ സാധാരണ പെട്രോൾ എഞ്ചിനുകളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഉപഭോക്താക്കൾ ആദ്യം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. സാധാരണക്കാരായ വാഹന ഉടമകളെ അലട്ടുന്ന പ്രധാന ചോദ്യം, എൻ്റെ കയ്യിലുള്ള കാറിൽ E85 അല്ലെങ്കിൽ E100 ഇന്ധനം അടിക്കാൻ സാധിക്കുമോ? അതുതന്നെയാണ് ആദ്യത്തെ ചോദ്യം. ഇതിനായുള്ള ലളിതമായ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. നിലവിൽ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക പെട്രോൾ വാഹനങ്ങളും E20 ഇന്ധനം വരെ മാത്രം ഉപയോഗിക്കാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്തവയാണ്. എഥനോളിന് പെട്രോളിനേക്കാൾ ഈർപ്പം വലിച്ചെടുക്കാനുള്ള ശേഷി കൂടുതലായതുകൊണ്ട് തന്നെ ഇത് സാധാരണ എഞ്ചിനുകളിലെ ഇന്ധന പൈപ്പുകൾ, റബ്ബർ സീലുകൾ, അതുപോലെ ഗ്യാസ്കറ്റുകൾ എന്നിവ വേഗത്തിൽ നശിപ്പിക്കാനും എഞ്ചിൻ തുരുമ്പെടുക്കാനും കാരണമാകും. ഉയർന്ന അളവിലുള്ള എഥനോൾ മിശ്രിതങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ എഞ്ചിന്റെ കാലിബ്രേഷൻ, ഫ്യൂവൽ ഇഞ്ചക്ടറുകൾ, ഫ്യൂവൽ പമ്പുകൾ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അതായത് ECU എന്നിവയിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇത്തരം മാറ്റങ്ങളോടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ പ്രത്യേകമായി നിർമ്മിക്കുന്ന വാഹനങ്ങളെയാണ് നമ്മൾ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവയ്ക്ക് പെട്രോൾ മുതൽ 100% എഥനോൾ വരെയുള്ള ഏത് അനുപാതത്തിലുമുള്ള ഇന്ധനത്തിലും ഒരുപോലെ ഓടാൻ സാധിക്കും. എഥനോൾ അധിഷ്ഠിത ഇന്ധനങ്ങളിലേക്ക് രാജ്യം ഇത്രയധികം മുൻഗണന നൽകുന്നതിന് പിന്നിൽ കൃത്യമായ സാമ്പത്തിക, പാരിസ്ഥിതിക കാരണങ്ങളുണ്ട്. ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമുള്ള അസംസ്കൃത എണ്ണയുടെ 87%-ഓളമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റവും ആഗോള പ്രതിസന്ധികളും എപ്പോഴും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാറുണ്ട്. എഥനോൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള പണമൊഴുക്ക് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ എഥനോൾ മിശ്രണം വഴി മാത്രം ഇന്ത്യക്ക് 1,00,000 കോടിയിലധികം രൂപയുടെ വിദേശ നാണ്യം ലാഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ കർഷകർക്ക് വലിയൊരു വരുമാന മാർഗമായി മാറുകയും ചെയ്യും. കരിമ്പും ചോളവും ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരിലേക്ക് നേരിട്ട് പണമെത്തുന്ന ഒരു സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതും ഇതിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. എങ്കിലും നാണയത്തിന് ഇരുവശമുള്ളതുപോലെ എഥനോൾ ഇന്ധനങ്ങൾക്ക് ചില പ്രായോഗിക ദോഷങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ കുറഞ്ഞ ഊർജ്ജ സാന്ദ്രതയാണ്. പെട്രോളുമായി താരതമ്യം ചെയ്യുമ്പോൾ എഥനോളിന് കത്തുമ്പോൾ നൽകാൻ കഴിയുന്ന ഊർജ്ജം കുറവാണ്. ലളിതമായി പറഞ്ഞാൽ 1 ലിറ്റർ പെട്രോളിൽ വാഹനം ഓടുന്ന അത്രയും ദൂരം 1 ലിറ്റർ എഥനോളിൽ ഓടില്ല. E85 അല്ലെങ്കിൽ E100 ഇന്ധനം ഉപയോഗിക്കുമ്പോൾ വാഹനത്തിൻ്റെ മൈലേജ് കുറയുമെന്നത് ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ പെട്രോളിനേക്കാൾ വളരെ കുറഞ്ഞ വിലയിലായിരിക്കും എഥനോൾ വിപണിയിൽ ലഭ്യമാകുക എന്നതിനാൽ ഈ മൈലേജ് കുറവ് വലിയൊരു സാമ്പത്തിക നഷ്ടമായി ഉപഭോക്താവിന് അനുഭവപ്പെടില്ല എന്നതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാന വെല്ലുവിളി ഇന്ധന ലഭ്യതയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ്. രാജ്യത്തുടനീളമുള്ള പെട്രോൾ പമ്പുകളിൽ എഥനോൾ മാത്രമായി വിതരണം ചെയ്യാനുള്ള പ്രത്യേക സ്റ്റോറേജ് ടാങ്കുകളും അതുപോലെ ഡിസ്പെൻഡിംഗ് മെഷീനുകളും സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിനായി വലിയൊരു തുക വിതരണക്കാർക്ക് മുടക്കേണ്ടി വരും. 2026 അവസാനത്തോടെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലായി ഏകദേശം 500 ഔട്ട്ലെറ്റുകളും 2027ഓടെ 5000 ഔട്ട്ലെറ്റുകളും സജ്ജമാക്കാനാണ് ഇന്ധന കമ്പനികൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കകാലത്ത് എല്ലാ പ്രദേശങ്ങളിലും ഈ ഇന്ധനം സുലഭമായി ലഭിക്കണമെന്നില്ല. നിലവിലുള്ള E20 പെട്രോൾ വിതരണം സാധാരണ പോലെ തുടരുമെന്നതിനാൽ എഥനോൾ പെട്ടെന്നൊരു ദിവസം പെട്രോളിനെ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കില്ല എന്നുറപ്പാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഒരു പുതിയ കാർ വാങ്ങാനിരിക്കുന്ന വ്യക്തി ഫ്ലെക്സ് ഫ്യൂവൽ കാറുകൾക്കായി കാത്തിരിക്കേണ്ടതുണ്ടോ? ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ അടിയന്തര ആവശ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിലവിൽ വിപണിയിലുള്ള E20 ഇന്ധന അനുയോജ്യമായ സാധാരണ പെട്രോൾ കാറുകൾ ധൈര്യമായി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. കാരണം അടുത്ത പല വർഷങ്ങളിലേക്ക് E20 പെട്രോൾ വിപണിയിൽ സജീവമായി അങ്ങനെ ഉണ്ടാകും.
ഫ്ലെക്സ് ഫ്യൂവൽ കാറുകൾ വിപണിയിൽ പരക്കെ ലഭ്യമാകാനും അതിനുള്ള ഇന്ധന പമ്പുകൾ നിങ്ങളുടെ നാട്ടിൽ സജ്ജമാകാനും ഇനിയും ഒരുപാട് സമയമെടുക്കും. മാരുതി സുസുക്കി തങ്ങളുടെ ജനപ്രിയ മോഡലായ വാഗണാറിന്റെ ഫ്ലെക്സ് ഫ്യൂവൽ പതിപ്പും ഫ്രോങ്സ് അടിസ്ഥാനമാക്കിയുള്ള മോഡലുകളും അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഇവയുടെ ആദ്യകാല ഉൽപ്പാദനം പരിമിതമായ എണ്ണത്തിൽ മാത്രമായിരിക്കും. കൂടാതെ പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഇത്തരം ഫ്ലെക്സ് ഫ്യൂവൽ കാറുകൾക്ക് സാധാരണ കാറുകളേക്കാൾ വില അല്പം കൂടുതലായിരിക്കാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഇന്ധന മേഖലയിൽ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതികവിദ്യ. പെട്രോളിനും ഡീസലിനും ബദലായി ഇലക്ട്രിക് വാഹനങ്ങൾക്കൊപ്പം തന്നെ എഥനോൾ വാഹനങ്ങളും രാജ്യത്തിന്റെ ഗതാഗത സംവിധാനത്തെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കാൻ സഹായിക്കും. എന്നാൽ ഇതൊരു ഒറ്റമൂലിയല്ല, മറിച്ച് ഘട്ടം ഘട്ടമായി മാത്രം നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനാൽ ഇപ്പോൾ അടിയന്തരമായി ഒരു വാഹനം ആവശ്യമുള്ളവർ ഫ്ലെക്സ് ഫ്യൂവൽ കാറുകൾക്കായി ദീർഘകാലം കാത്തിരുന്ന് സമയം കളയേണ്ടതില്ല. എന്നാൽ വരും വർഷങ്ങളിൽ വിപണിയിൽ ഇത്തരം വാഹനങ്ങൾ സജീവമാകുമ്പോൾ ഇന്ധന ചെലവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു ബദലായി ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.